ഓടിക്കാം. ഓടിക്കോ ഓടിക്കോ. ഇത്രേ ഉള്ളൂ. അവിടെ സാറേ എറ്റിന് നിൽക്കണ ചിക്കനൊന്നും എനിക്ക് കാണാൻ പറ്റുള്ളൂ. നോക്കിക്കോ. സരിതേ, വന്നോളൂ മക്കളെ. ഇത് എത്രാമത്തെ വിളി അമ്മായി? എത്ര വിളി ഞാൻ വിളിച്ചാ? ഓ, ഞാൻ കേട്ടില്ല. മാറിക്കോ. ക്ഷീണിച്ചമ്മായി? ക്ഷീണിച്ചോക്കളെ. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. അപ്പൊ ഇനി എന്താ ചെയ്യാനുള്ള? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്നോ? 2 പരിപാടി ഉണ്ടാവും. ഒന്ന് തേങ്ങ കൊത്തിയെടുക്കണം, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ, ഞാൻ ഓക്കെ ഡൺ.
പണ്ടത്തെ കാലത്ത് ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ എപ്പോഴും വൈകുന്നേരം ചായക്കൊക്കെ? ഇത് നല്ല പൊള്ളുന്ന പപ്പടം. പണ്ടൊക്കെ വല്ലപ്പോഴൊക്കെ കറങ്ങാൻ പോകുമല്ലോ, അപ്പം റോട്ടിൽ പപ്പട വടയും കട്ടൻ ചായ ഉണ്ടാവും. പോയി പപ്പടം അവിടെ പോയി. എൻ്റെ നിന്ന് വരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നോക്കി വെച്ചിരുന്നു, തള്ളാക്കി ഞാൻ വച്ചിട്ടുണ്ട് പണി. എരിവുള്ള സാധനം കിട്ടിയ സന്തോഷം. പക്കാവട എരിവുണ്ടല്ലോ. അവൻ പറഞ്ഞു എരിവുള്ള എല്ലാം എനിക്കിഷ്ടം. ഇതാ കണ്ടിട്ടമ്മായി പപ്പടം എവിടെയെങ്കിലും കൂടെ എത്രയാണ്? ഭയങ്കര എണ്ണം. എണ്ണ നമുക്ക് കുറച്ചുകൂടെ വേണം അമ്മായി. വേണോ? ഇങ്ങോട്ട് ഞാൻ പോയി എടുത്തിട്ട്. ഇത് മതി അവളെ മൊത്തത്തിൽ ഫ്രൈ ചെയ്യാനാ. അമ്മ ഇത് കഴുകിയതിന്റെ വെള്ളം മൊത്തം പോയിട്ടില്ല, അതായത് പൊട്ടിത്തെറിക്കണത്. ഉണങ്ങിയിട്ടില്ലെന്നോ? കഴിയപ്പം വെയിലത്ത് വെക്കാനുള്ളായിരുന്നല്ലേ? ആ, ഇത്തിരി നേരം വെയിലത്ത് വെച്ചാൽ ഉണങ്ങിയാൽ. എനിക്ക് ഈ മറ്റേ ഉലുവ പൊടി, മുഴുവൻ മുളക്, മുഴുവൻ മല്ലി, ഇതിനൊന്നും കണക്കത്ര പിടുത്തമില്ല. പൊടികൾ ഉപയോഗിച്ചാണ് ശീലം. ഉണ്ടായിരിക്കും അല്ലേ? ഇനിയും എടു. ഉറപ്പാണല്ലോ, മണവും വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും മുരിഞ്ഞല്ലേ? അത് എണ്ണയോടുകൂടി വെച്ചാൽ തണുക്കും. ഓടിക്കോ ഓടിക്കോ. ഇത്രയുള്ള സംഭവം. കുറച്ചുകൂടെ അമ്മായി. ഇടല്ലേ? ബാക്കി എണ്ണ ഒഴിച്ചോ. ഒഴിച്ചോ. ആ മതി. അമ്മായിയേ, ആ പപ്പങ്ങ എടുത്തോണ്ട് വരൂ. കുറച്ച് മുളക് പൊടിയും കൂടി കൊണ്ടുവരും, ഇത്തിരി മതി. പപ്പങ്ങ വന്നു. പപ്പങ്ങ വന്നു. എന്നാലും മറന്നൊരു പാത്രം വേണ്ടേ? പാത്രം വേണ്ട അമ്മായി, പിന്നെ അങ്ങനെ തന്നെ കഴിക്കാം. ഒരു സ്റ്റീലിന്റെ സ്പൂൺ വേണമായിരുന്നു. അല്ല, ഇത് മുറിച്ചിടണ്ടേ? മുറിക്കണ്ട, ഞാൻ വരാം. ഓക്കെ. കഴിച്ചാലോ? കഴിക്കാലോ. പച്ചയാണല്ലോ അമ്മായി. ഇത് തന്നെ കൊള്ളാം. കപ്പ വേവിക്കാൻ പാടില്ല, പപ്പങ്ങ പഴുക്കാൻ പാടില്ല. ഈ കുരുവൊക്കെ ഇങ്ങനെ കളയാ. എന്നിട്ട് ഇച്ചിരി ഉപ്പങ്ങ് എടുക്കും. പേടിക്കണ്ട, ഇത്തിരി എടുക്കൂലേ. എല്ലായിടത്തും അങ്ങ് വെതറും.
ഇച്ചിരി മുളക് പൊടി അങ്ങ് ആ ഇടും. എരിവില്ല. ആ മുളക് അടി അങ്ങ് വെതറും. കണ്ടല്ലോ. എന്നിട്ട് ഈ നാരങ്ങ അങ്ങ് എടുക്കും. ഇങ്ങനെ അങ്ങ് പിഴിയും. ആ എന്നിട്ട് നല്ല പഴുത്ത പപ്പങ്ങ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കണി. എങ്ങനെയുണ്ട്? ആ സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? സത്യം പറ. ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ രുചിയൊന്നും വേറെ മോളെ. ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാൽ കിട്ടുമോ? എവിടെ കിട്ടാൻ? എരിവില്ലല്ലോ. എരിവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സാറേ, ചുറ്റിനും നിൽക്കണ ചിക്കനൊന്നും എനിക്ക് കാണാൻ പറ്റുള്ളൂ. നോക്കിക്കോ. രക്ഷയില്ല അമ്മായി. സൂപ്പർ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പപ്പങ്ങ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ കഴിച്ചെന്ന് അവള് വരുമ്പോൾ പറയണേ. അവളപ്പം പറയും എനിക്കെന്താ അങ്ങനെയെന്ന് പറയും. അത്ര ഇഷ്ടം അവൾക്ക്. പപ്പങ്ങ തൊഡ്ഡൂലായിരുന്നു അമ്മായി. തൊഡ്ഡൂലായിരുന്നു. അമ്മായി, ഇത് ഏകദേശം ഒതുങ്ങാറായിട്ടുണ്ട്. അമ്മായി, നമ്മൾ വറുത്ത് കോരി വെച്ച സാധനം പൊടിച്ചോണ്ട് വരുമോ? ആ ശരി, പൊടിച്ചോണ്ട്. ഇടിയെല്ലാം വെച്ച് പൊടിച്ചാൽ മതിയേ. നേരത്തെ പരുന്ത് കൊണ്ടുപോയി ഇതുപോലെ പരുന്തെടുത്തോണ്ടോ, അതുകൊണ്ട് മൂടിക്കൊണ്ടേ. എവിടെ അമ്മായി? നോക്കട്ടെ. അടിപൊളി, കറക്റ്റ്.
ഇവിടെ തന്നെ. അത് നമ്മുടെ അവസാന ഘട്ടം. അവസാന ഘട്ടം. തക്കാളി ഇടോ? ഓ, ഇളക്കിക്കോ അമ്മായി. കേട്ടോ. ഇതാണ് ഇതിന്റെ ടേസ്റ്റ്, അറിയോ? പൊളിക്കും നമ്മള്. സൈഡിലേക്ക് ഒതുക്കിക്കോ, മിക്സ് ആയെങ്കിൽ. ഇവിടെ ഇരുന്നതല്ല ഇളവി. അമ്മ ഇളക്കി കൊണ്ടുവരുമോ? ഞാൻ പോയി ടേബിൾ സെറ്റ് ചെയ്യട്ടെ എന്നാ. ഓ, ചിക്കൻ ലെഗ് പീസ്. എന്താണ് ഇത്രയും ഗ്രേവി ഉണ്ടായിട്ട് മസാല ഉണ്ടായിട്ട് മസാല വരാത്തത്? അടിപൊളിയല്ല അമ്മായി? സൂപ്പർ. വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. സാമ്പാർ എടുത്തില്ലേ? നല്ല ടേസ്റ്റ്. ചിക്കൻ മാംസത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഗ്രേവിയാ. എരിവില്ല. സമാധാനായില്ലേ? എരിവില്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. വിചാരിച്ച് തീരെ ഇല്ലാതെ അല്ല. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തീരെയില്ല. കരളെവിടെ മതി? അവൻ സൈഡിലുണ്ടായിരുന്നു. എനിക്ക് എല്ലോട് ചേർന്നിരിക്കുന്ന പീസ ഇഷ്ടം.